ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെർവസ് സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ എല്ലാ പി എസ് സി എക്സാമിലും ചോദിക്കുന്ന ഒരു പ്രധാന പാർട്ടാണ് നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്താണ് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയുള്ളത് നോക്കാം. ഒരു നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അതായത് നെർവസ് സിസ്റ്റമാണ് ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുന്നതും നാഡീവ്യവസ്ഥയാണ്, അതായത് നെർവസ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം അതായത് നാഡീവ്യവസ്ഥയുടെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻറ്റ് എന്ന് പറയുന്നത് നാഡീകോശത്തെയാണ്, അതായത് ന്യൂറോൺസ് ആണ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. നാഡീകോശം അഥവാ ന്യൂറോൺസ് ആണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ന്യൂറോൺസിൻ്റെ പിക്ചറാണിത്. ഇതെന്ന് പറയുന്നത് ന്യൂറോൺസിന് നടുക്കായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ടാവാം, അതുപോലെ സെൽ ബോഡി കാണാൻ പറ്റും. അതുപോലെ തന്നെയുള്ളതാണ് ആക്സോൺ. ദെൻ ഇതാണ് മൈലിൻ ഷീത്ത്. ദെൻ നോഡ് ഓഫ് റാൻവെയർ. ആൻഡ് ദെൻ ദിസ് ഇസ് ഷീസ്വാൻ സെൽ ആൻഡ് ആക്സോൺ ടെർമിനൽ. പിന്നെന്താണ് ആക്സോൺ ടെർമിനൽ. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ് നാഡീകോശം അഥവാ ന്യൂറോൺസ്. അതായത് ഏറ്റവും കൂടുതൽ ലൈഫ് സൈക്കിൾ ഉള്ളത്, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്നല്ല പറയുക, ജീവിത ദൈർഘ്യം കൂടിയ ഒരു കോശം നാഡീകോശമാണ് അഥവാ ന്യൂറോൺസ് ആണ്. വിഭജനശേഷിയില്ലാത്ത കോശം വിഭജനശേഷിയില്ലാത്ത ഒരു കോശവും കൂടിയാണ് നാഡീകോശം അഥവാ ന്യൂറോൺസ്. അതായത് വിഭജനശേഷി, ഡിവിഷൻ അവിടെ ഇല്ല, ഡിവിഷൻ നടക്കാത്ത ഒരു സെല്ലാണ് ന്യൂറോൺസ്. ഒരു നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആക്സോൺ, ഡെൻഡ്രോൺ, അതുപോലെ സെൽ ബോഡി. ആക്സോൺ എന്ന് പറയുന്നത് ഈ ഭാഗത്തെയും, അതുപോലെ തന്നെ ഡെൻഡ്രോൺ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെയും, അതുപോലെ കോശശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ ബോഡി അങ്ങനെ മൂന്നായിട്ടുള്ള പ്രധാന ഭാഗങ്ങളാണ് നമ്മളുടെ നാഡീവ്യവസ്ഥയിൽ നമ്മളുടെ ന്യൂറോൺസിനുള്ളത്, അതായത് നാഡീകോശങ്ങൾക്ക് ഉള്ളത്. ഏതൊക്കെയാണ്? ആക്സോൺ, ഡെൻഡ്രോൺ ആൻഡ് കോശശരീരം. സെൽ ബോഡി. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. കോശശരീരത്തിൽ നിന്നും നീളം കൂടിയ തന്തു ആക്സോൺ. അതായത് കോശശരീരത്തിൽ നിന്നും ഏറ്റവും നീളം കൂടിയ തന്തു എന്ന് പറയുന്നത് ഈ ആക്സോൺ ആണ് ഏറ്റവും നീളം കൂടിയ പാർട്ട് എന്ന് പറയുന്നത്. ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം, അതായത് ആക്സോണിനെ കവർ ചെയ്തിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നതാണ് മൈലിൻ ഷീത്ത്. കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്ത് സംവഹിക്കുന്ന തന്തുക്കൾ. കോശശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്ന തന്തുക്കൾ, അതായത് മെസ്സേജസും ഇൻഫോർമേഷൻസും പുറത്തേക്ക് പാസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്സോൺ ആണ് ഈ ഇൻഫോർമേഷൻസിനെ പാസ് ചെയ്യുന്നത്. ആക്സോൺ ആണ് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗം ഷ്വാൻ കോശം. ആക്സോണിനെ വലയം ചെയ്യുന്ന ഭാഗത്തെയാണ് ഷ്വാൻ സെൽ അഥവാ ഷ്വാൻ കോശം എന്ന് പറയുന്നത്. ആക്സോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് ആക്സോണിൻ്റെ ശാഖകളെ ആക്സോണൈറ്റ് എന്ന് പറയുന്നു. ആക്സോണിൻ്റെ ശാഖകളെ ആക്സോണൈറ്റ് എന്ന് പറയുന്നു. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒലിഡൈഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ. ഒലിഡൈനോസൈറ്റുകൾ എന്ന് പറയുന്ന
സവിശേഷ കോശങ്ങളാലാണ് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, തലച്ചോറിനെയും സുഷുമ്നയിലേക്കും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അതായത് തലച്ചോറിലെയും സുഷുമ്നയിലേക്കും, അതായത് സുഷുമ്ന എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡ്, മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഈ എന്താ പറയുക, ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് ഉള്ള നാഡീകോശങ്ങൾ, അതായത് ന്യൂറോൺസ്, മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോൺസിനെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വൈറ്റ് മാറ്ററിലാണ് കാണപ്പെടുക. എവിടെയാണ്? വൈറ്റ് മാറ്ററിലാണ് മൈലിൻ ഷീത്ത് കൂടുതലുള്ള നാഡീകോശങ്ങൾ കാണപ്പെടുന്നത്. കോശശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം. കോശശരീരവും അതായത് സെൽ ബോഡി, അതുപോലെ തന്നെ മൈലിൻ ഷീത്ത്, സെൽ ബോഡിയും മൈലിൻ ഷീത്തും ഇല്ലാത്ത ന്യൂറോൺസിനെ കാണപ്പെടുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേ മാറ്റർ. ഏതാണ്? ഗ്രേ മാറ്റർ. അപ്പം നമ്മൾ പറഞ്ഞു, തലച്ചോറിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങളെ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. അതുപോലെ തന്നെ കോശശരീരവും മൈലിൻ ഷീത്തും ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതിനെയാണ് നമ്മൾ നാഡി എന്ന് പറയുന്നത്. അവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷാൻ കോശങ്ങളിലാണ്. അതായത് അവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഷാൻ കോശങ്ങൾ, അതായത് ഷാൻ സെൽസ് വെച്ചിട്ടാണ് ഈ മൈലിൻ ഷീത്ത് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതായത് മസ്തിഷ്കത്തിലെയും ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് പറയുന്ന സെൽസ് വച്ചിട്ടാണ് ഈ മൈലിൻ ഷീത്ത് ഉണ്ടായിരിക്കുന്നത്. എവിടെ? ബ്രെയിനിലും സ്പൈനൽ കോഡിലും. മൈലിൻ ഷീത്ത് തിളങ്ങുന്ന വെള്ള നിറമാണ്. മൈലിൻ ഷീത്തിന് തിളങ്ങുന്ന വെള്ള നിറമായിട്ടാണ് കാണപ്പെടുക. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന, അതായത് മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ, ന്യൂറോൺസ് കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. അതുപോലെ തന്നെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ. അതായത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോൺസിനെ കാണുന്നത് എവിടെയാണ്? ഗ്രേ മാറ്ററിലാണ് കാണപ്പെടുക. അപ്പം മൈലിൻ ഷീത്ത് ഉള്ള ന്യൂറോൺസിനെ കാണുന്നത് വൈറ്റ് മാറ്ററിലാണ്. മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോൺസിനെ കാണപ്പെടുന്ന ഭാഗം ഗ്രേ മാറ്റർ ആണ്. ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക. ആക്സോണിന് എന്ത് നൽകുക? പോഷക ഘടകങ്ങൾ, ഓക്സിജൻ തുടങ്ങിയവ നൽകുക. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. ആവേഗങ്ങളുടെ, അതായത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക. വൈദ്യുത ഇൻസുലേറ്ററായി വർത്തിക്കുക. അതായത് ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുക. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. അതായത് പുറത്തുനിന്നൊരു ബാഹ്യക്ഷതം ഉണ്ടാവുകയാണ്, അപ്പോൾ അതിനെ ആക്സോണിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാന ധർമ്മങ്ങൾ. അപ്പോൾ ഇവ പറഞ്ഞിരിക്കുന്നത് മൈലിൻ ഷീത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? നമ്മുടെ ആക്സോണിന്, അതായത് ഈ ന്യൂറോണിൻ്റെ സെൻട്രൽ പാർട്ടാണ് ആക്സോൺ. അതിനെന്ത് നൽകുക? വിറ്റാമിൻസ് കൊടുക്കുക, പോഷക ഘടകങ്ങൾ. ഓക്സിജൻ നൽകുക, ഓക്സിജൻ കൊടുക്കുക. അതുപോലെ തന്നെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, അതായത് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടുക. അതുപോലെ തന്നെ വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, അതായത് ഇലക്ട്രിക് ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുക.
ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. അതായത് പുറത്തുനിന്ന് ഉണ്ടാവുന്ന എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവാനുള്ള സാഹചര്യം വരികയാണെങ്കിൽ അതിൽ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും എന്താണ് ചെയ്യുന്നത്, ഈ മൈലിൻ ഷീത്താണ് ചെയ്യുന്നത്. അപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് നോക്കിയിരിക്കുക. അടുത്തത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്ന ഭാഗം. അതായത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്ന ഭാഗം. സിനാപ്റ്റിക് ലോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, അതായത് ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും അടുത്തതിൻ്റെ എൻഡ് പാർട്ടും കൂടി വരുന്ന ആ ഒരു പോർഷനിൽ ഉണ്ടാവുന്നതാണ് ഈ സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൻ്റെ ഭാഗത്ത് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത് ആരാണ്? അതായത് ഇൻഫോർമേഷൻസ് സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത് എന്താണ്? ആക്സോണൈറ്റാണ്. അതായത് ആക്സോണിലുള്ളതാണ് ആക്സോണൈറ്റ്. ഈ ആക്സോണൈറ്റ് ആണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഡെൻഡ്രൈറ്റ്, ഇത് ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എൻഡ് പാർട്ടാണ് ആക്സോൺ. ഈ ഒരു പാർട്ടാണ് എന്ത്, ഇതുപോലെ ഇരിക്കുന്ന ഈ പാർട്ടിനെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻഡ്രൈറ്റും അടുത്ത ന്യൂറോണിൻ്റെ ആക്സോണും കൂടി ചേരുന്ന ആ ഒരു ഭാഗമാണ് സിനാപ്സ്. അപ്പോൾ സിനാപ്റ്റിക് നോബിലേക്ക് ഈ ആവേഗങ്ങളെ എത്തിക്കുന്നത് ആരാണ്? ആക്സോണൈറ്റാണ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് എന്താണ്? ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം, അതായത് ഈ ആക്സോണൈറ്റ്, ഇതാണ് ആക്സോണൈറ്റ്. അതിൻ്റെ അഗ്രഭാഗം അറിയപ്പെടുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബ്. ഈ അഗ്രഭാഗത്തെയാണ് നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. നാഡീയ പ്രേഷകം ശ്രവിക്കുന്ന ഭാഗം. അതായത് നാഡീയ പ്രേഷകം ശ്രവിക്കുന്ന ഭാഗം ഏതാണ്? സിനാപ്റ്റിക് നോബ്. അതായത് അതിൽ കൂടിയാണ് ഇൻഫോർമേഷൻസ് മെയിനായിട്ട് പാസ് ചെയ്യുന്നത്. അത് അടുത്ത ന്യൂറോൺസിലേക്ക് കൊടുക്കുന്നത് ഈ സിനാപ്റ്റിക് നോബ് വഴിയാണ്. ഉദ്ദീപനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് എന്താണ്? അതായത് ഉദ്ദീപനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട വൈദ്യുത ആവേഗങ്ങൾ, അതായത് ഇലക്ട്രിക് വേവ്സ് സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്ന ആ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് നമ്മുടെ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കെമിക്കൽ സബ്സ്റ്റൻസ് എന്താണ്, രാസവസ്തു എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന് പറയുക? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമുക്ക് ഒരു ഇൻഫർമേഷൻ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പോകണമെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വേണം സഹായിക്കാൻ. ഉദ്ദീപനത്തിൻ്റെ ഫലമായി രൂപപ്പെട്ട വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്നത് എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ നാഡീയ പ്രേഷകങ്ങൾ എന്നാണ്. നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണം അസറ്റൈൽ കോളൈൻ ആൻഡ് ഡോപ്പാമൈൻ. നാഡീയ പ്രേഷകങ്ങൾ അതായത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് മെയിനായിട്ട് പറയുന്ന രണ്ട് ഉദാഹരണമാണ് അസറ്റൈൽ കോളൈൻ ആൻഡ് ഡോപ്പാമൈൻ. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? അതായത് രണ്ട് നാഡീകോശങ്ങൾ, രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ളതോ അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായിട്ട്, അതായത് പേശി എന്ന് പറയുമ്പോൾ മസിൽ സെല്ലോ നാഡീകോശവും ഗ്രന്ഥികോശം അല്ലെങ്കിൽ ഗ്ലാൻഡ് സെല്ലോ ബന്ധപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? സിനാപ്സ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലുള്ള നാഡീകോശവും പേശീകോശമോ അല്ലെങ്കിൽ നാഡീകോശമോ ഗ്രന്ഥികോശവുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? സിനാപ്സ് എന്നാണ്. രണ്ട് നാഡീകോശങ്ങൾ ബന്ധപ്പെടുന്ന ആ ഒരു ഏരിയ നമ്മൾ പറഞ്ഞു. ഇവിടെ ആക്സോൺസ് ഉണ്ട്, ഇവിടെ ഡെൻഡ്രൈറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം അത് ബന്ധിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. ആവേഗങ്ങളുടെ വേഗത
ദിശ എന്നിവ ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? ആവേഗങ്ങളുടെ വേഗത. അതായത് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതിന്, ഇൻഫോർമേഷൻസ് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ദിശ, വേഗത, അതിൻ്റെ സ്പീഡ്, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്നിവ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സിനാപ്സ് ആണ്. ഏത് ഡയറക്ഷനിലേക്ക് പോകണം, എത്ര സ്പീഡിൽ ആ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? സിനാപ്സ് ആണ്. സിനാപ്സിൽ ആവേഗങ്ങളുടെ പ്രേഷണത്തിന് സഹായിക്കുന്ന രാസവസ്തു, അതായത് സിനാപ്സിൽ ആവേഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്ന പ്രേഷണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ന്യൂറോ ട്രാൻസ്മിറ്റർ, അതിന് സഹായിക്കുന്ന മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അസറ്റൈൽ കൊളൈൻ ആണ് മെയിനായിട്ട് വരുന്ന പ്രേഷണം. ആൻഡ് അടുത്തത് സന്ദേശങ്ങൾ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്ന ഭാഗം. അതായത് മെസ്സേജസ് തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്? ഡെൻഡ്രൈറ്റ്. അതായത് സന്ദേശങ്ങൾ തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് എന്താണ്? ഡെൻഡ്രോണിൻ്റെ ശാഖകൾ അറിയപ്പെടുന്നത് എന്താണ്? ഡെൻഡ്രൈറ്റുകൾ. ഡെൻഡ്രൈറ്റ് എന്നാണ് ഡെൻഡ്രോണിൻ്റെ ശാഖകളെ അറിയപ്പെടുന്നത്. ബ്രാഞ്ചസിനെ, ഡെൻഡ്രോണിൻ്റെ ശാഖകളെ അല്ലെങ്കിൽ ബ്രാഞ്ചസിനെ അറിയപ്പെടുന്നത് ഡെൻഡ്രൈറ്റുകൾ എന്നാണ്. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം. ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്ന ഭാഗം ഏതാണ്? ഡെൻഡ്രോൺ. അതായത് ഡെൻഡ്രൈറ്റിൽ നിന്നും ആവേഗങ്ങളെ സെൽ ബോഡിയിൽ എത്തിക്കുന്ന ഭാഗത്തെ എന്ത് പറയുന്നു? ഡെൻഡ്രോൺ എന്ന് പറയുന്നു. നാഡീതന്തുക്കളുടെ കൂട്ടത്തെ എന്ത് പറയുന്നു? നാഡീതന്തുക്കളുടെ കൂട്ടം. അതായത് ഈ നാഡീതന്തുക്കൾ, അതായത് നെർവ് സെൽസിൻ്റെ കൂട്ടത്തിനെ എന്ത് പറയുന്നു? ഗാംഗ്ലിയോൺ എന്ന് പറയുന്നു. നെർവ് സെൽസിൻ്റെ കൂട്ടത്തെ എന്ത് പറയുന്നു? ഗാംഗ്ലിയോൺ എന്ന് പറയുന്നു. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം. അതായത് മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഗാംഗ്ലിയോൺ. ഏതാണ്? ഗാംഗ്ലിയോൺ. മനുഷ്യ ശരീരത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന ഭാഗം ഗാംഗ്ലിയോൺ ആണ്. അത് ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ പറയുന്നത് നാഡികളെ പറ്റിയാണ്. അപ്പം നാഡികൾ നോക്കാം. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡികൾ ഏതാണ്? ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഡിഫറെൻറ്റ് ഓർഗൻസിൽ നിന്നും ഈ മെസ്സേജസ് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്ന ന്യൂറോൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് സെൻസറി നെർവ്. അതായത് സെൻസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നതിനെയാണ് നമ്മൾ സെൻസറി നെർവ് അല്ലെങ്കിൽ സംവേദ നാഡികൾ എന്ന് പറയുന്നത്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡികൾ. അതായത് തലച്ചോറ്, ബ്രെയിൻ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ, എന്നിവയിൽ നിന്നുള്ള മെസ്സേജസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗൻസിലേക്ക് എത്തിക്കുന്ന ന്യൂറോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതാണ് പ്രേരക നാഡികൾ, അതായത് മോട്ടോർ നെർവ്. മോട്ടോർ നെർവ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മോട്ടോർ നെർവ് ചെയ്യുന്നത്. അപ്പോൾ സെൻസറി നെർവ് പറഞ്ഞു, വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നത് സംവേദനാഡികളാണ്, അഥവാ സെൻസറി നെർവാണ്. തിരിച്ച് ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡികളാണ് പ്രേരക നാഡികൾ അഥവാ മോട്ടോർ നെർവ്. ഇതാണ് നാഡീവ്യവസ്ഥ പറയുന്നത്. എന്താണ് ഇത്? നമ്മളുടെ ബ്രെയിൻ, ഈ നെർവസ് സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്ന പാർട്ടാണ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, അത് തന്നെ പിന്നെ ഗാംഗ്ലിയോൺ, നെർവ് എല്ലാം നമ്മളുടെ ബോഡിയിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് 2 ടൈപ്പിലാണുള്ളത്. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഏതൊക്കെയാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം.
നാഡീവ്യവസ്ഥയുടെ 2 വിഭാഗങ്ങൾ, അതായത് നാഡീവ്യവസ്ഥയുടെ 2 പാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം. കേന്ദ്ര നാഡീവ്യവസ്ഥ ഏതാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റം. അതുപോലെ തന്നെ പെരിഫറൽ നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥ ഏതാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം. പെരിഫറൽ നെർവസ് സിസ്റ്റം അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ നാഡീവ്യവസ്ഥയുടെ 2 വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ, സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ പെരിഫറൽ നാഡീവ്യവസ്ഥ, പെരിഫറൽ നെർവസ് സിസ്റ്റം. അടുത്തത് മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിൽ അടങ്ങുന്ന നാഡീവ്യവസ്ഥ ഏതാണ്? അതായത് നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും അടങ്ങുന്ന നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും അടങ്ങുന്ന നെർവസ് സിസ്റ്റം, അതിൽ എന്താ പറയുക പാർട്ടായിട്ടുള്ള നെർവസ് സിസ്റ്റം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം ഇസ് കൺസിസ്റ്റ് ഓഫ് എന്ന് പറയാം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ അടങ്ങുന്നു? നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും അടങ്ങുന്നു. അതിനെയാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയെ എന്ത് പറയുന്നു? അതായത് 12 ജോഡി ശിരോനാഡികൾ, അതായത് നമ്മുടെ ബോഡി നെർവ്സ്, 12 ജോഡി ശിരോനാഡികളും അതുപോലെ തന്നെ 31 ജോഡി സുഷുമ്ന നാഡികളും, അതായത് സുഷുമ്ന നാഡികൾ എന്ന് പറഞ്ഞാൽ സ്പൈനൽ നെർവ്സ്, അതുപോലെ തന്നെ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും ചേർന്ന നാഡീവ്യവസ്ഥയാണ് പെരിഫറൽ നാഡീവ്യവസ്ഥ, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം. 12 ജോഡി എന്താണ്? 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും സ്പൈനൽ നെർവ്സ് ചേർന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ പെരിഫറൽ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ അല്ലെങ്കിൽ നാഡീതന്തുക്കളുടെ കൂട്ടം, ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്ന വ്യവസ്ഥ. അതായത് നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള ഗാംഗ്ലിയോൺ, നട്ടെല്ലിൻ്റെ ഇരുവശത്തും നമുക്ക് ഗാംഗ്ലിയോൺ ഇതുപോലെ തന്നെ ഗ്രൂപ്പ്സ് ഓഫ് നെർവ് സെൽസ് കാണാൻ പറ്റും. ഇത് എന്താണ്? ശൃംഖലയും അവയോട് ബന്ധപ്പെട്ട നാഡികളും ചേർന്ന വ്യവസ്ഥ. ഈ ശൃംഖലയും അവയോട് ചേർന്ന നാഡികൾ, അതായത് ന്യൂറോൺസും ചേർന്ന വ്യവസ്ഥയെ എന്ത് പറയുന്നു? സിമ്പത്തറ്റിക് വ്യവസ്ഥ, അതായത് സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നു. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയുടെ അവസാന ഭാഗത്തെ ഗാംഗ്ലിയോണിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്ന വ്യവസ്ഥ. അതായത് മസ്തിഷ്കത്തിൽ നിന്നും, അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ എൻഡ് പാർട്ടിൽ നിന്നും ഗാംഗ്ലിയോണുകളിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്ന വ്യവസ്ഥ. അതായത് ഗാംഗ്ലിയോണിൽ നിന്നും നമ്മളുടെ നട്ടെല്ലിൻ്റെ ഇരുവശത്തുമാണ് ഗാംഗ്ലിയോൺ കാണുന്നത്. ഈ ഗാംഗ്ലിയോണിൽ നിന്നും അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ എൻഡ് പോർഷനിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ, പുറപ്പെടുന്ന ന്യൂറോൺസ് ചേർന്ന വ്യവസ്ഥയെ എന്താണ് പറയുന്നത്? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ, അതായത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അത് ഓർത്തിരിക്കുക. നമ്മുടെ ബ്രെയിനിൻ്റെ സ്പൈനൽ കോഡിൻ്റെ എൻഡ് ഭാഗത്തും അതുപോലെ തന്നെ ഗാംഗ്ലിയോൺ, നമ്മുടെ നട്ടലിൻ്റെ 2 ഭാഗത്തും കാണുന്ന ഗാംഗ്ലിയോണിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ ചേർന്ന വ്യവസ്ഥയെ എന്ത് പറയുന്നു? പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ, അതായത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറയുന്നു. സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ചേർന്ന നാഡീവ്യവസ്ഥ, അതായത് സിമ്പത്തറ്റിക് സിസ്റ്റവും അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും കൂടി ചേർന്നിട്ടുള്ള നെർവസ് സിസ്റ്റത്തിന് എന്ത് പറയുന്നു? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയും ചേർന്നതിനെയാണ് നമ്മൾ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്തതാണ്, നമ്മൾക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ മെയിൻ ഒരു പാർട്ടാണ് മസ്തിഷ്കം അഥവാ ബ്രെയിൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ പറഞ്ഞു ഈ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നിട്ടുള്ള ഒരു നെർവസ് സിസ്റ്റത്തിനെയാണ് നമ്മൾ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം.
നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. നാഡീവ്യവസ്ഥയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം, അതായത് നാഡീവ്യവസ്ഥയിൽ നിന്ന്, നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ബ്രെയിൻ. അതായത് നാഡീവ്യവസ്ഥയിൽ നിന്നും ഏറ്റവും കൂടുതൽ ന്യൂറോണുകളെ ഉൾക്കൊള്ളുന്ന ഭാഗം ബ്രെയിനാണ്. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്തു പറയുന്നു? ഫ്രിനോളജി. മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം, അതായത് ബ്രെയിനിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ നമ്മൾ പറയുന്നു ഫ്രിനോളജി. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ്? കപാലം അഥവാ സ്കൾ. അതായത് മസ്തിഷ്കത്തെ, നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്തിട്ടുള്ള സ്കെലിറ്റൺ എന്താണ്? സ്കളാണ്, അല്ലെങ്കിൽ കപാലം എന്നാണ് പറയുന്നത്. കപാലത്തെക്കുറിച്ചുള്ള പഠനം, അതായത് നമ്മുടെ സ്കളിനെ കുറിച്ചുള്ള പഠനത്തെ എന്ത് പറയുന്നു? ക്രാനിയോളജി എന്ന് പറയുന്നു. ക്രാനിയോളജി. അപ്പോൾ അത് നമ്മുടെ സ്കളിനെ കുറിച്ചിട്ടുള്ള പഠനത്തെ പറയുന്നു ക്രാനിയോളജി. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ അകത്തുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതിനെ എന്ത് പറയുന്നു? ഫ്രിനോളജി എന്ന് പറയുന്നു. അടുത്ത് പറയുന്നത് ഈ നാഡീവ്യവസ്ഥകളുടെ തകരാറുകൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക എന്നാണ്. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതാണ്? CT സ്കാൻ, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ. കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാനാണ് നാഡീവ്യവസ്ഥയുടെ, അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. ഡയഗ്നോസിസ് ചെയ്യുന്നത് CT സ്കാൻ, അതുപോലെ തന്നെ MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ. MRI സ്കാൻ വഴിയൊക്കെയാണ് നമ്മൾ നാഡീവ്യവസ്ഥയുടെ ഡിഫക്ട്സ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ EEG, ഇലക്ട്രോസെഫലോഗ്രാം എന്ന് പറയുന്ന ഒരു മാർഗവും നമ്മളുടെ നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യാൻ, അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിഫക്ട്സുകൾ ഡയഗ്നോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് 3 മാർഗങ്ങളാണ്. CT സ്കാൻ, കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാൻ, അതുപോലെ തന്നെ MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ, അതുപോലെ തന്നെ EEG, ഇലക്ട്രോസെഫലോഗ്രാം. അങ്ങനെ 3 എണ്ണമാണ് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ. തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്കാനിങ്, അതായത് തലച്ചോറിന്, നമ്മളുടെ ബ്രെയിനിനെ പറ്റി പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്കാനിങ് ഏതാണ്? PET സ്കാൻ. അതായത് PET സ്കാനാണ് നമ്മുടെ ബ്രെയിനിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനെ പറ്റി പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്കാനിങ് ആണ് PET സ്കാൻ, അതായത് PET സ്കാൻ. പൊസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി സ്കാൻ. പൊസിട്രോൺ എമിഷൻ ടോമോഗ്രാഫി സ്കാനാണ് നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്കാനിങ്. CT സ്കാൻ കണ്ടെത്തിയത് ആരാണ്? CT സ്കാൻ, അതായത് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് CT സ്കാൻ. അത് കണ്ടുപിടിച്ചത് ആരാണ്? ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ്. അതായത് ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടെത്തിയത്. ഗോഡ്ഫ്രൈ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടെത്തിയത്. EEG കണ്ടെത്തിയത് ആരാണ്? EEG കണ്ടുപിടിച്ചത് ഹാൻസ് ബർഗർ ആണ്. EEG കണ്ടുപിടിച്ചത് ആരാണ്? EEG എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ എൻസെഫലോഗ്രാം. അത് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ഹാൻസ് ബർഗർ ആണ്. MRI സ്കാൻ കണ്ടെത്തിയത് ആരാണ്? MRI സ്കാൻ കണ്ടെത്തിയത് റെയ്മണ്ട് വഹാൻ ഡമാഡിയൻ ആണ് MRI സ്കാൻ കണ്ടുപിടിച്ചത്. ഇനി ബുദ്ധി അളക്കുന്ന ഏകകം, നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ് നോക്കുമ്പോൾ എത്രത്തോളം ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? IQവിലാണ് അളക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാൻസ് ബർഗറിനെ പറ്റിയാണ്. EEG കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രോമ ആസ് എ സോൾജിയർ ത്രെറ്റൻഡ് ഇമോഷണൽ കണക്ഷൻ ബിറ്റ്വീൻ ഹിം ആൻഡ് സിസ്റ്റർ ആൻഡ് എക്സ്പീരിയൻസ് ആസ്
സൈക്കിക് ട്രാൻസ്മിഷൻ. അതായത് ഹാൻസ് ബർഗർ ആണ് ഈ CT സ്കാൻ കണ്ടുപിടിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഓരോ കാര്യങ്ങളാണ്. After the war, he became a psychiatrist and worked on the technology until he obtained first recording in 1924. അതായത് അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ഈ ടെക്നോളജിയിൽ കൂടുതൽ വർക്ക് ചെയ്ത് ഫസ്റ്റ് റെക്കോർഡിങ് 1924 അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. 1929 മുതൽ 1938 വരെ എന്ത് പബ്ലിഷ് ചെയ്തു? സയൻറ്റിഫിക് പേപ്പേഴ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് EEG ഇൻ ക്ലിനിക്കൽ ആൻഡ് നോർമൽ പോപ്പുലേഷൻസ്. അതായത് EEG ഈ എൻസെഫലോഗ്രാമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പേപ്പേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും നോർമലായിട്ടുള്ള ആൾക്കാരിലും ക്ലിനിക്കലായിട്ടുള്ള ആൾക്കാരിലും അത് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യുകയായിരുന്നു ഹാൻസ് ബർഗർ. അപ്പോൾ ഇത്രയാണ് ഒരു നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയെ പറ്റി പറയാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പോവുക ഈ ടോപ്പിക്ക്. അപ്പോൾ we provide training for Kerala PSC, banking, SSC, railway, 8 to 12 school tuition, medical and engineering entrance coaching, LLB classes and finishing school. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു.